കൊച്ചിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എവിടെ എത്തി? കോട്ടയം അല്ലേ? കോട്ടയം കഴിഞ്ഞ് 4:15 ഇറങ്ങി വീട്ടിൽ നിന്ന്. 8:20. ഇനി ഒരു 1.5 മണിക്കൂർ. അപ്പൊ നമ്മൾ കൊച്ചി എത്തും. ഇവിടെയൊക്കെ നല്ല മഴയുണ്ടേ. പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലാണെന്നൊക്കെ പറഞ്ഞു. എല്ലായിടത്തും ഉണ്ട്. കോഴിക്കോട്, കോട്ടയം ഇടിക്ക ആരൊക്കെയോ മണ്ണിന്റെ അടിയിലായെന്നൊക്കെ പറയണേട്ടെ. അപ്പം ഡേറ്റ് എത്ര? ഫസ്റ്റ്. ടുഡേ ഈസ് 1-ാം തീയതി, ഓഗസ്റ്റ് 1. ആൻഡ് നാളെ രാവിലെ 9 മണിക്കാണ് എൻ്റെ എൻറോൾമെൻറ്റ്. 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. സോ അപ്പം നമുക്ക് നാളെ വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നാളെ 8 മണിക്ക് അവിടെ എത്തണമെങ്കിൽ നമ്മൾ രാത്രി ഇറങ്ങണ്ടേ, ഒരു 2 മണി ആ ടൈം. പിന്നെ ഫ്രഷ് ആവണം, അതൊക്കെ ഭയങ്കര പാടല്ലേ. സോ നമ്മൾ തലേ ദിവസമേ ഇറങ്ങി അവിടെ ഹൈക്കോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു റോയൽ മാൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ ബുക്ക് ചെയ്തു. ഇന്ന് അവിടെയാണ് സ്റ്റേ. ആൻഡ് ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് ഗേൾസ്. പോയി ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്, കുറച്ച് വൃത്തിയായിട്ടിരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. എനിക്ക് നാളെ രാവിലത്തെ സെഷനാണ് 9 മണിക്ക്. ഫ്രണ്ട്സിൻ്റെ എൻറോൾമെൻ്റൊക്കെ ഇന്നുണ്ട്. അപ്പം നമ്മളങ്ങ് എത്തിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇന്ന് എൻറോൾമെൻ്റ് ഉള്ളവരുടെ എൻറോൾമെൻറ്റ് കാണാൻ വേണ്ടി പോകും. അങ്ങനെ നമ്മൾ അഡ്വക്കേറ്റ് ആവാൻ പോകുന്നു. ഫാമിലി ഇതാണ് ആദ്യത്തെ അഡ്വക്കേറ്റ് ഇല്ലേ മമ്മി നമ്മുടെ ഫാമിലിയിലെ? യെസ്, ടു ബി ദ ഫസ്റ്റ് ഇൻ ദ ലൈൻ. ഞാനാണ് ഫസ്റ്റ്. വിശ്വസിക്കാൻ പറ്റണില്ല എനിക്ക്. ഞാൻ മുതുക്കുമുറ്റി വക്കീലാവാൻ പോകുന്നു. അതാണ്. അയ്യോ, സാരിയൊക്കെ എടുത്തു. അതാണ് ഇതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട്. ലൈക്ക് നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ റെഡി ആവുന്ന പോലെ കുറേ ദിവസം മുമ്പ് തന്നെ സാരിയൊക്കെ സെറ്റ് ചെയ്തു, അയൺ ചെയ്തു, പ്രീ പ്ലീറ്റ് എടുത്തു, ഗൗൺ മേടിക്കാൻ പോയി, ഗൗൺ മേടിച്ചു, കോളർ ബാൻഡ് മേടിച്ചു. ബേസിക്കലി ഒരു കല്യാണം പോലെ. അപ്പം സോ എക്സൈറ്റഡ്. എല്ലാരും കല്യാണം കഴിച്ച് 2-3 കുട്ടികളും ആയി. ചില കമ്പ്യൂട്ടറിന് കല്യാണം കഴിക്കും. അതിൻ്റെ അവിടെ അവർ കല്യാണം കഴിക്കട്ടെ, നമുക്ക് ബിരിയാണി കഴിക്കാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് അങ്ങ് ഹോട്ടലിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ വരുന്ന വഴിക്ക് എവിടെ കയറിയത്? ആനന്ദ് ഭവനോ ഒരു വെജ് ഹോട്ടലിൽ കയറി. ഗേൾസ് ഒരു നെയ് റോസ്റ്റ് കഴിച്ചു, മമ്മി ഒരു മസാല ദോശ കഴിച്ചു, ചായ കുടിച്ചു, വയറ് ഫില്ലായി. ചായയൊന്നും കൊള്ളില്ല. ഇനി ഇവിടെയൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ. റോഡൊക്കെ വരുന്ന വഴിയൊക്കെ റോഡൊക്കെ ഫുള്ള് വെള്ളവും ബഹളവും. ഇത്രയും നാള് മഴയ്ക്ക് പെയ്യണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയപ്പോൾ പെരും മഴ. വാവ്, നല്ല സ്ഥലം. വയലൊക്കെ ഉണ്ട്. നമ്മൾ കുറേ നാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ കാറിലൊക്കെ അല്ലേ ലോങ് ട്രിപ്പ് പോയിട്ടുള്ളത്. ലോങ് ട്രിപ്പ് ഞാൻ കൊച്ചിയിൽ കണ്ടിട്ടില്ല. ട്രിവാൻഡ്രം കണ്ടിട്ടുണ്ടോ? താങ്കൾ ട്രിവാൻഡ്രം കണ്ടിട്ടുണ്ടോ? എന്ത് പറഞ്ഞാലും ലുലു മാളിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും പോകണമെങ്കിൽ ലുലു മാളിൽ ബീച്ച്. അത് ഒരു തിരുവനന്തപുരംകാരന്റെ ഒരു വികാരമാണ് ലുലു മോള്. എവിടെയെങ്കിലും പോണം, ശംഖുമുഖം ബീച്ച്, എവിടെയെങ്കിലും പോണം എന്നൊരു പ്ലാൻ ഇട്ട ഫസ്റ്റ് നമ്മൾ മൈൻഡിൽ വരണം 1 ലുലു മോള്, 2 ശംഖുമുഖം ബീച്ച്, 3 വർക്കല ബീച്ച്, പിന്നെ എന്തുകൊണ്ട് മ്യൂസിയം, സൂ, ഇതൊക്കെ തന്നെ. ബാക്കി ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഗൈസ്, ഞാനൊന്ന് ഇരിക്കട്ടെ. മമ്മി എന്താണ് ചെയ്യാൻ ഉദ്ദേശം? മോള് നാളെ എൻറോൾ വക്കീലാവേണ്. വക്കീല് അങ്ങനെ എൻ്റെ നീണ്ട 5 വർഷത്തെ ആഗ്രഹം സഫലമാകാൻ വക്കീലാവേണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇപ്പോഴും ആ ഫസ്റ്റ് ഡേ കോളേജിൽ പോണതും അങ്ങനെ ഞാൻ വലുതായി, മുതുക്കായി. എനിക്കത് റിയലൈസ് ചെയ്യാൻ പറ്റണില്ല, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ
പക്ഷെ എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നവർക്കൊക്കെ വരാം. അപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് ആവാൻ പോവുകയാണ് ഹൈക്കോർട്ടിൽ വെച്ച്. ശരിക്കും നമ്മളില്ലേ ഒരു ലോ സ്റ്റുഡൻ്റ് ആദ്യം ഇപ്പം ലോ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ചേരുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹമായിരിക്കും ഹൈക്കോടതി, സുപ്രീം കോടതി അങ്ങനെയൊക്കെ പോകണം അങ്ങനെ. അപ്പം ഫസ്റ്റ് ഇയർ കയറുമ്പം നമ്മളെല്ലാവരെയും ആഗ്രഹമായിരിക്കും ഹൈക്കോടതിയിൽ വെച്ചിട്ട് എൻറോൾ ആവണ ആ ഒരു മൊമെൻറ്റ് നമ്മൾ സ്വപ്നം കാണാം. ആ സ്വപ്നം കണ്ടിട്ട് എനിക്ക് നാളെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഞാൻ സോ ഗ്രേറ്റ്ഫുൾ. അയ്യോ, ജേണി ഭയങ്കര ഹാർഡായിരുന്നെങ്കിലും എത്തി നിൽക്കുന്ന സ്ഥലം ഇറ്റ് ഇസ് വെർത്ത്. എന്ത് തോന്നുന്നു മമ്മി മകൾ അഡ്വക്കേറ്റ് ആവാൻ പോകുമ്പോൾ? തോന്നണത് എന്തേര് വക്കീലായിട്ട് ഇനിയും വക്കീലായിട്ട് ഭരിക്കുമോ നമ്മളാ? അത് ഭരണം അത് പണ്ടേ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹം കുട്ടി വാങ്ങിച്ചിരിക്കുന്നു. അനുഗ്രഹം ചോദിക്കുന്നു. നീ മുടി എന്തൊരു ചെയ്യാൻ പോകണം? മുടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ലെയർ കട്ട് ചെയ്താലോ, ഒരു സിമ്പിൾ ലെയർ കട്ട് ചെയ്താൽ അതാണ് നല്ലത്. നാളത്തേക്ക് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് വൃത്തിയായിട്ട് ഹെയർ ഇരിക്കണം. മിക്കവാറും വൃത്തിയുടെ അവളുടെ എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. മുട്ടോളം മുടിയുള്ള ഒരു കുട്ടിയാണ് ഉറച്ച് ഇത് കണക്കാക്കി വെച്ചിരിക്കുന്നത്. അത്രേ ഉള്ളോ? മതിയല്ലോ. ഒരെണ്ണേ ഓർഡർ ചെയ്തോളാം. ചിക്കൻ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോഴ് കാക്ക എന്തേര് പറയുന്ന അനുഗ്രഹം എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഒരു സഹോദരി വക്കീലാവേണ്. സന്തോഷം അത്രയെങ്കിലും പറഞ്ഞത് തന്നെ വലിയ കാര്യം. ഇതാണ് നമ്മുടെ റൂമിൽ. നമ്മൾ 3ാമത്തെ ഫ്ലോറിലാണ്. ഇതിന് താഴോട്ടുള്ളതാ ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര ഇങ്ങനെ തിങ്ങി നെരിങ്ങി ഇവിടെയൊക്കെ വണ്ടി വളയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അത് പിന്നെ റോഡിന് വീതി കുറവ്, കടകളൊക്കെ ഇങ്ങനെ അടിഞ്ഞിരിക്കണം. പിന്നെ സത്യം പറയാലോ ഇവിടെ ആരും ട്രാഫിക് റൂൾസ് പാലിക്കുന്നില്ല. നമ്മളൊക്കെ കണ്ണ് അടയാതെ സൂക്ഷിച്ച് ശ്വാസം അടക്കി പിടിച്ച് അത്ര സൂക്ഷ്മതയോടുകൂടി വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ട് വിചാരിക്കുന്നിടത്ത് എത്താം. ഫാത്തിമ എന്നാണ്. അങ്ങനെ എൻ്റെ എൻറോൾമെൻറ്റ് കഴിഞ്ഞു. എവറിത്തിങ് ഈസ് തീർന്നു. കൊച്ചിയിൽ നമ്മുടെ 2ാമത്തെ ദിവസമാണ്. ഇന്നത്തോടു കൂടി കൊച്ചിയിൽ നിന്ന് ബൈ പറയാം. എനിക്ക് ഇനിയും ഒരു തവണ കൂടെ വരേണ്ടി വരും. നാളെ മോർണിംഗ് ഒരു ഏർലി മോർണിംഗ് 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് സ്കൂട്ടാവും നേരെ വീട്ടിലോട്ട്. ദാറ്റ്സ് ഇറ്റ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതൊക്കെ സ്ഥലം? മട്ടാഞ്ചേരി. യെസ്, ഞാൻ കൊച്ചിയിൽ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും മട്ടാഞ്ചേരിയിൽ വന്നിട്ടില്ല. മമ്മി തളർന്ന് പോയി. ചായ, കശുവണ്ടി പരിപ്പ്, കശുവണ്ടി ഇതെന്തിരുന്നാണ് പറയണത്? കാഷ്യൂനട്ട്. അത് തന്നെ കശുവണ്ടി. എൻറോൾമെൻറ്റിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. കുറേ ഫോട്ടോസ് ഭാഗ്യം കൊണ്ടൊന്നും മഴ പെയ്തില്ല. അതുകൊണ്ട് ഇത്തിരി വൃത്തിയുള്ള കുറച്ച് ഫോട്ടോസ് കിട്ടി. ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ നിന്ന് കുറച്ച് പിക്സ് കിട്ടി. ഭാഗ്യം. വീഡിയോസൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് കുഴപ്പമില്ല, പെട്ടെന്ന് തീർന്നു. ആദ്യം കുറച്ച് പ്രസംഗം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. എൻറോൾമെൻറ്റൊക്കെ പറ ഒരാളെ കയറുന്നു, അത് കഴിയുന്നു, അടുത്ത് കയറുന്നു, അങ്ങനെ പറ എൻറോൾമെൻറ്റ് കഴിഞ്ഞു. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം അങ്ങനെ ഒഫീഷ്യലി വക്കീലായി. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ കടിച്ചത്?